ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രത്യേകതര വീഡിയോ ആണെന്ന്, ഗെയിമിംഗ് വീഡിയോ തന്നെയാണ്. ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത് ഈ ഫുട്ബോളാണ്. ഞാൻ ഈ ഫുട്ബോൾ ഓൾറെഡി കളിക്കണതാണ്, പിന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പം ഞാൻ ഇതിൽ പറയാൻ പോകണത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് മറ്റേ പുതിയ പാക്ക് വന്നില്ല, മറ്റേ ഒലിവർ ഖാൻ്റെ പാക്ക്, അതിൽ വെർത്തായിട്ടുള്ള കാർഡും ഞാൻ പറഞ്ഞുതരും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കുറേ പ്ലെയേഴ്സിനെയും അതൊക്കെ കുറച്ചായിട്ട് കാണിച്ചിട്ട് ചെയ്യും. ഫസ്റ്റ് നമുക്ക് പ്ലേയേഴ്സിനെ തന്നെ തുടങ്ങാം. അതുപോലെ നമ്മൾ പ്ലേയേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 11 ആണ് നോക്കണം. മറ്റേതിൻ്റെ വീഡിയോ ഞാൻ വേറെ ദിവസം ചെയ്യാം, കുറച്ച് ലെങ്തി ആവും വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഏതാ ഓക്കെ ഗൈസ്, ഇതിൻ്റെ അടുത്തുള്ള ഗോൾ കീപ്പർ വിക്ടോർ ബായി ആണ്. പിന്നെ സെൻറ്റർ ബാക്ക്, 2 സെൻറ്റർ ബാക്ക് കെന്നവേറോ 106, പിന്നെ 101 വിർജിൽ വാൻഡൈക്ക്. പിന്നെ ലെഫ്റ്റ് ബാക്ക് റിക്കാർഡോ കാലഫയോറി. റൈറ്റ് ബാക്ക് ഹാവിയർ ജെനറ്റി, മറ്റേ ഒലിവർ ഖാൻ്റെ ബാക്ക് നിട്ടിയാ ഓൾറെഡി പറഞ്ഞു. പിന്നെ DMF ക്ലൗഡ് മക്കലേലി. പിന്നെ അടുത്ത DMF നിക്കോളോ ബാറേല, വേറൊരു പാക്ക് മറ്റേ ലൗത്താറാൻ്റെ ഒരു പാക്കൊക്കെ ഉണ്ടായിരുന്നു, അതിന് കിട്ടിയതാണ്. പിന്നെ ഇവനെ മറ്റേ ആർസണലിൻ്റെ ബാക്ക് കിട്ടിയതാണ്. പിന്നെ ഇത് ഓർക്കുൻ കോക്ചു, എല്ലാവർക്കും ഡെയിലി ഗെയിമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇത് നമ്മുടെ സ്വന്തം മുഹമ്മദ് സല, ഇതിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. ഇതിൽ നിന്ന് തന്നെ ഇവനെയും കിട്ടിയത്, മറ്റേ പ്ലെയർ ഓഫ് ദ മന്ത് എന്തായിരുന്നു. പിന്നെ നമ്മുടെ മുത്ത് ഫെർണാണ്ടോ ടോറസ് ഗൈസ്, ഇവൻ അടിപൊളി കളിയാണ്. ഇവനെ ഞാൻ 500 കോയിൻ എടുത്തിട്ട് മറ്റേ പാക്ക് നിർത്തതാണ്, ഷുവറായിട്ട് കിട്ടുന്ന പാക്കില്ല, അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ എഡൻ ഹസാർഡ് ഉണ്ട്. പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ സാലിബ, പിക്ഫോർഡ്, അലക്സാണ്ടർ ആർണോൾഡ്, റോഡ്രി, മാർട്ടിൻ ഒഡേഗാർഡ്, സെർജീനിയോ, ഫ്ലോറിയൻ വിർട്സ്, കോൾ പാമർ. പിന്നെ പഴയ മെസ്സി, മറ്റേ ഇപ്പോൾ പുതിയ മെസ്സി എന്താ അറിയില്ല, മറ്റേ ഓട്ടോ പിക് പ്ലേസ് കൊടുക്കുമ്പോൾ ഈ മെസ്സിനെ കാണിക്കുന്നത്. പിന്നെ ഇതാ ഗാരത്ത് ബെയിൽ, പിന്നെ എൽ ഹജ്ജി ദിയോഫ്, പിന്നെ അതാ മറ്റേ ഡെയിലി ഗെയിം അല്ല മറ്റേ ലോഗിൻ ബോണസ് കിട്ടിയ എംബാപ്പെ. പിന്നെ എൻ്റെ അടുത്ത് മറ്റേ മെസ്സി ഉണ്ട് കേട്ടോ, കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ മിക്കായിൽ ഒലീസ ഉണ്ട്, പക്ഷെ അവൻ എന്താ ഇറങ്ങണില്ല. പിന്നെ വേറൊരു മെസ്സി ഉണ്ട്, മറ്റേ പ്ലെയർ ഓഫ് ദ വീക്ക് മെസ്സി. പിന്നെ ഇതാ ഈ മെസ്സി ഉണ്ട്, പുതിയ മെസ്സി. അപ്പോൾ ഇതാണ് എൻ്റെ ടീം. പിന്നെ എൻ്റെ കോച്ചിനെ നോക്കുകയാണെങ്കിൽ എൻ്റെ കോച്ചിനെ നോക്കുകയാണെങ്കിൽ ഫാബിയോ കപ്പല്ലോ ആണ്, നല്ല കോച്ചിനെ കേട്ടോ അവന്. പിന്നെ തൂക്കിയറിൻ്റെ ആളാണ്. പിന്നെ ഞാൻ ബാർസലോണ ടീം കൊടുത്തു. എനിക്ക് ബാർസലോണ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഞാൻ ബാർസലോണേക്കാളും ഇഷ്ടം നമുക്ക് റിയൽ മാഡ്രിഡ് ആണ്. പക്ഷേ ബാർസലോണേൻ്റെ കിറ്റൊക്കെ ഇഷ്ടപ്പെട്ടു, കുറച്ചൊക്കെ കണ്ട ഈ കിറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എടുത്തത്. നിങ്ങൾക്ക് മേ ബി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പിന്നെ ഇനി നമ്മൾ പറയാൻ പോണത് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ പാക്ക്, ഒലിവർ ഖാൻ്റെ പാക്ക്. നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇതിലേതെടുക്കണമെന്ന് ഫസ്റ്റ് പറഞ്ഞുതരാം, എന്നിട്ട് നമ്മളൊരു സ്പിന്നും കൂടി ചെയ്യണ ഏക്കാരം. എനിക്ക് ഒറ്റ സ്പിന്നുള്ളൂ, അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ജനറ്റിനെടുത്താൽ വെറുത്താണ്. അല്ല, ഫസ്റ്റ് സാബി അലോൺസിൻ്റെ അടുത്ത് പറഞ്ഞാൽ സാബിനെടുത്ത പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾക്ക് DMF ഇല്ല, നിങ്ങൾക്കൊരു നല്ല ഓർക്കസ്ട്രേറ്റർ ഇല്ല, നല്ലൊരു പാസ് ചെയ്യണ കാർഡ് വേണം, നല്ലൊരു ഡിഫൻഡും ഫോർവേഡൊക്കെ കൂടി ഒരു ബാലൻസ് ചെയ്യാൻ പറ്റണ ഒരു അത്യാവശ്യം പാസ്സൊക്കെ നല്ല അടിപൊളിയുള്ള ആളെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് മെയിനായിട്ട് ആവശ്യം വരിക ഇവൻ ഒരിക്കലും നിങ്ങൾ സെൻറ്റർ ബാക്ക് ആക്കരുതെന്ന് പ്രിഫർ ചെയ്യാണ് നിങ്ങൾ, കാരണം അവൻ നല്ല ഹൈറ്റ് കുറവാണ്. കണ്ടോ, വെറും 170 കെന്നവേറനേക്കാളും കുറവാണ്. കെന്നവേറ 177 എന്തുകൊണ്ട്, നല്ല കുറവാണ് അവന്. പിന്നെ കെന്നവേറക്ക് നല്ല ജമ്പ് ഉണ്ട്, ഇവൻ ജമ്പൊക്കെ കുറവാന്ന് തോന്നുന്നു. അതിൻ്റെ നോക്കട്ടെ, പിന്നെ കണ്ട ജമ്പിങ് 78 ഉള്ളൂ, അപ്പോൾ അത്ര ജമ്പിങ് ഒന്നുമില്ല. അപ്പോൾ ഇവന് നിങ്ങൾക്ക് കെന്നവേറ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവനെ കണ്ണും പൊട്ടിയിരിക്കാം. കെന്നവേറ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു നല്ല റൈറ്റ് ബാക്ക് ഇല്ലെങ്കിൽ ഇവനെടുക്കാം. അത്യാവശ്യം അടിപൊളി ഡിഫൻസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഹൈറ്റ് മാത്രമാണ് പ്രശ്നം. അപ്പം നിങ്ങൾക്ക് കെന്നവേറ ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ നല്ലൊരു ഡിഫൻഡർ ഇല്ല, അല്ലെങ്കിൽ നല്ലൊരു റൈറ്റ് ബാക്ക് ഇല്ലെങ്കിൽ ഇവനെടുക്കാം. ഇവനെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൾ ടൈം കണ്ടോ, ഇവനെ നമുക്ക് റൈറ്റ് മിഡ് കളിക്കാൻ പറ്റും, സെൻറ്റർ മിഡ് കളിക്കാൻ പറ്റും, CDM കളിക്കാൻ പറ്റും, ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ പറ്റും, റൈറ്റ് ബാക്കും കളിക്കാൻ പറ്റും. ഒരു ഓവറോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും പൊസിഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അവനെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പൊസിഷൻ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഇവന് അടിപൊളി ഫോർവേഡൊക്കെ അടിപൊളിയാണ്. പിന്നെ ബാക്ക് പറഞ്ഞാൽ അത്ര അടിപൊളിയല്ല, പക്ഷെ ഫോർവേഡ് അടിപൊളിയാണ്. പിന്നെ
പക്കെ നോക്കുകയാണെങ്കിൽ ഒലിവർ ഖാനാണ്. ഒലിവർ ഖാനെ പറ്റിയിട്ട് നമുക്ക് അത്ര പറയാനില്ല. പഴയ ഒലിവർ ഖാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവനെ തട്ടിക്കളഞ്ഞോളി. അല്ല ഒരു നല്ല ഗോൾ കീപ്പർ ഇല്ലെങ്കിൽ അവനെ എടുക്കാൻ പറ്റും. ഇവൻ അത്ര നല്ലതൊന്നുമല്ല, അത്ര നല്ലത് ആരും നല്ലത് പറയണില്ല. പിന്നെ പിന്നെ റേറ്റിംഗ് ഒക്കെ പൊട്ടയാണ്. പിന്നെ ഇവന് ഓക്കെ കുഴപ്പമില്ലാത്തൊരു കളി, ഇവനെ കിട്ടിയാൽ നമുക്ക് കുഴപ്പമില്ല. ഇവനെടുക്കാൻ നിങ്ങൾക്ക് എപ്പോഴും അറിയാം. നിങ്ങൾക്കൊരു നല്ല ഡ്രിബിൾ ചെയ്യുന്ന പ്ലെയറുമാണ്, നിങ്ങൾക്കൊരു നല്ല ഡ്രിബിൾ ചെയ്യണം, ഫിനിഷൊക്കെ ചെയ്യണം, അത്യാവശ്യം ഫിനിഷൊക്കെ ചെയ്യണ ഒരു പ്ലെയറാണെങ്കിൽ ഇവൻ എടുക്കാൻ പറ്റും. ഇവന് മെയിനായിട്ട് ഫിനിഷിംഗ് ആണ്. ഇവൻ മെയിനായിട്ട് ഫോക്സ് ഇൻ ദ ബോക്സ് കാർഡാണ്, അതുകൊണ്ടാണ് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത്. ഇപ്പം ഫോക്സ് ഇൻ ദ ബോക്സ് ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സെൻറ്റർ ഫോർവേഡാണ് ഇവൻ എടുക്കാൻ പറ്റും. പിന്നെ ഇവൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവന് സ്പീഡാണ് ഗൈസ്. ഇവന് സ്പീഡാണ്, പിടിച്ചാൽ കിട്ടാത്ത സ്പീഡാണ്, അടിപൊളി സ്പീഡാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല സ്പീഡി പ്ലെയറിനെ വേണമെങ്കിൽ ഇവൻ എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഫെറർ നല്ല സ്പീഡാട്ടോ, കാണിച്ചു തരാം. നിങ്ങൾ കുറച്ചൊക്കെ കണ്ട 85 സ്പീഡുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ 3 പ്രിഫർ ചെയ്യാണ്. സെനറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് പറയണം, നല്ല അടിപൊളി കാർഡാണ്, നല്ല വെർത്ത് കാർഡാണ്. പിന്നെ ഫെററിനെ ഞാൻ പറഞ്ഞല്ലോ, ഫെററും അടിപൊളി തന്നെയാണ് നോക്കുമ്പോൾ, കാരണം സ്പീഡും അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ ഹൈറ്റിൻ്റെ പ്രശ്നം മാത്രമാണ് ഞാൻ പറഞ്ഞ രീതി. പിന്നെ നിങ്ങൾക്കൊരു DMF ഇല്ലെങ്കിൽ അവൻ എടുക്കാൻ പറ്റും, സാബി ലോൺസോനെ. പിന്നെ ഇവൻ എടുക്കണ്ടെന്നാണ് ഞാൻ പറയണത്, ഇവനെ എടുക്കണ്ടെന്നാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് ഗോൾ കീപ്പർ ഇല്ലെങ്കിൽ എടുക്കാം, നിങ്ങൾ റൈറ്റ് മിഡ് ഒക്കെ വേണമെങ്കിൽ ഇവൻ എടുക്കാം. അപ്പോൾ ബെസ്റ്റ് ഇവർ 3 സാബി അലോൺസോ, ആൽബർട്ട് ഫെറർ, ഹാവിയർ സിനറ്റി. ഓക്കെ, നമുക്ക് കറക്കാം. ക്യാൻസൽ അടിച്ചിട്ടുണ്ട്, കിട്ടും, അങ്ങനെ ചെയ്താലൊന്നും കിട്ടുന്നുണ്ടാവില്ല. ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും, എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമുക്കൊന്ന് കിട്ടി. കൊനാമി അല്ലെങ്കിലേ മുക്കിയിട്ടാ തരിക, കണ്ടോ കിട്ടിയില്ല. ഏതൊരു പൊട്ടനെ കിട്ടി. ഓക്കെ, കുഴപ്പമില്ല, പൊട്ട കട കിട്ടിയിട്ടാ, അത് കുഴപ്പമില്ല. അപ്പോൾ അത്രയുള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. ഇത് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് തന്നെ വരാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇത് ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് തന്നെ പറയാം, അല്ലാതെ മറ്റുള്ളവർ പോലെ പറയണ പോലെ ഉടായ്പൊന്നും ചെയ്യണില്ല. ഞാൻ കറക്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഏതാ എടുക്കണത്, ബെസ്റ്റ് ഏതോ അതന്നെ ഞാൻ പറയാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പാക്കോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഫുട്ബോളിനെ പറ്റി ഡൗട്ടോ, നിങ്ങളൊരു പുതിയ യൂസർ ആണെങ്കിലോ ഈ പാക്ക് എടുക്കണമെങ്കിലോ എല്ലാം നിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാൻ അത്ര അടിപൊളിയാണെന്ന് അത്ര ഭയങ്കര അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയണില്ല. ബട്ട് ഞാൻ മാക്സിമം നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.